വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഗൈൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിണ്ണാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇറ്റ് ഡസൻ ഗെറ്റ് ഇൻ സൈഡ് യുവർ ഹെഡ്. യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, എന്താ ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞെന്നോ. അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല. ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്. അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എൻ്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നുമല്ല ഇടണേ. നീ ഈ വോയിസ് നോട്ട് സേവ് ചെയ്ത് വെച്ചോ. നിനക്കിത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, നീ അയച്ചു കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല. ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല. ഇത്രയും എനിക്കിനി നീ വോയിസ് നോട്ടോ റിപ്ലൈയോ ഒന്നും അയക്കണ്ട. ഞാനത് കേൾക്കാനും പോകുന്നില്ല, ഞാനത് കാണാനും പോകുന്നില്ല. എനിക്കതിനുള്ള താല്പര്യമില്ല. ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത്. ഇനി സൈറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി. ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് ദ ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന്. പക്ഷെ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോൾ ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു നിജു, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം എൻ്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ ഡെയിലി വിളിച്ചിട്ട് ഇന്നലെ ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് എന്താണ്? എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്ക്. നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അത് തന്നെയല്ലേ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതും ഇല്ല. നിന്റെ എടാ, ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു. എങ്ങനെയെങ്കിലും അടുത്ത പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എനിക്കിനി നിന്നെ കാണണ്ട, എനിക്കിനി നിന്റെ മുഖം കാണണ്ട. ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിൽ ഇനി വർക്ക് ചെയ്യാനും പോകുന്നില്ല, ERPയും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും രീതിയിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി സൈറ നിനക്ക് പൈസ തരുന്ന ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട. കാരണം നിന്റെ സ്വഭാവം അതാണ്. നീ പറഞ്ഞ കാര്യം ഒരു രീതി ഞാൻ നിന്നോട് പ്രൊഡക്ഷന്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തനാണ് നീ. ഞാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ.
ഞാൻ വെള്ളം ആരോടാ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഇല്ലാത്തൊരു ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു. അത്രയും വിവരദോഷിയാണ് നീ, അത്രയും വിവരമില്ലാത്ത ഒരുത്തരാണ് നീ. ഹലോ ബ്രോ, ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒട്ടും ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒട്ടും ഓക്കെ അല്ല മൈൻഡ് ഇപ്പം. അതായത് വലിയൊരു ചതിയിൽ പോയി പെട്ടു എന്ന് തന്നെ പറയാം. ആ ഒരു പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുകയാണ് ചെയ്തത്. ഷാനിക്കായാലും ശരി, സൈറയെത്തിയാലും ശരി, രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം ഉയരെ 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും, ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പറയുന്നത്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അങ്ങൊരു ടോക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഷോ കഴിഞ്ഞപ്പം പൈസ തരാൻ നേരം പറയാം. എൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 lakhs ആയിരുന്നു. അത് കൂടാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. സൈറത്തെയും ഷാൻ റഹ്മാനൊക്കെ ചേർന്നിട്ട് എന്നെ കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഒരു രൂപ തരുന്നില്ല. ഓൾമോസ്റ്റ് നിലവിൽ ഒരു 38 lakhs എൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി ഈ നിമിഷം വരെ. അതെല്ലാം അക്കൗണ്ടിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. ഒരു രൂപ ക്യാഷ് ആയിട്ട് ചിലവാക്കിയിട്ടില്ല. എല്ലാം അക്കൗണ്ട് ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആക്ച്വലി നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻ റഹ്മാൻ്റെ ബാൻഡിൻ്റെ മാനേജർ ഉണ്ടായിരുന്നില്ല, നെവിൽ, കീബോർഡിസ്റ്റ്. അവരുടെ ബാൻഡിൻ്റെ കീബോർഡിസ്റ്റ് നെവിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ഉണ്ടെന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ഞാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തത്. ഞാനന്നേ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം ഒരു ഡിസ്കഷനിലൂടെ എനിക്ക് വർക്ക് കൺഫേം ആക്കുകയും നമുക്ക് ചെയ്യാനുള്ള തീരുമാനം വരികയും ചെയ്തു. അവരുടെ ഒരു പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് അവരുടെ ബാൻഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ലാൻഡ് ഡീൽ മീൻസ് അവരുടെ ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ചേർത്ത് അവരുടെ കോസ്റ്റ് 25 lakhs എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ടിക്കറ്റിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരുടെ കോസ്റ്റ് 25 lakhs ആണ് ടോട്ടൽ വരുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്കൊരു 35 lakhs സ്പോൺസർഷിപ്പ് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത് ഇതിനകത്തോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര വർഷം അവർക്ക് നഷ്ടം വരില്ല, പക്ഷേ നിൻ്റെ പൈസ തരാമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഒരു 1 കോടി രൂപയുടെ ചെയ്യാനെടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ പൈസ എന്തായാലും നമ്മൾ തരാം. നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ആ ബുക്ക് മെഷീൻ്റെ പേയ്മെൻറ്റ് വരുമ്പോൾ ഉടനെ നിൻ്റെ 35 lakhs തരാമെന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിന് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ വാട്സപ്പിൽ നെവിൽ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് സ്പോൺഷിപ്പ് ആയിട്ടുണ്ട്, 35 lakhs സ്പോൺഷിപ്പ് ആയിക്കൊണ്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും, ഇനി പ്രൊഡക്ഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി, പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് മൈ ഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെൻറ്റ് വന്ന ഉടനെ തരാം എന്നുള്ള രീതിയിൽ. മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേയ്മെൻറ്റ് മൊത്തം പറഞ്ഞിരുന്നത്. അപ്പം അത് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയമായിരിക്കുമെന്നും മിനിമം 10,000 ക്രൗഡ് കയറും എന്നുള്ള രീതിയിൽ. അപ്പം എന്നെ കൂടെ നിർത്തി തന്നെ ചെയ്തു. ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാക്കുന്നു. നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടുണ്ട്, നീ ഇപ്പം നമുക്ക് ബാൻഡിനൊരു പ്രൊഡക്ഷൻ മാനേജർ വേണം, അത് നീ ആയാൽ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. ഇൻക്ലൂഡ് ലാസ്റ്റ് വന്ന സ്പെഷ്യൽ എഫക്ട്സിന് മാത്രം എന്നെ കൊണ്ട് 9 ലക്ഷം രൂപയുടെ പർച്ചേസിങ് മാത്രം ചെയ്യിപ്പിച്ചു. ഇത്രയും രൂപ ഞാൻ അറിഞ്ഞില്ല, എന്നെ പറ്റിക്കാനാണ് ഇതെല്ലാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച 2 വ്യക്തികളായിരുന്നു, ഷാനിക്കയും സൈറയത്തെയും. പക്ഷെ എന്നോട് ഇങ്ങനൊന്നും കാണിക്കും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശിൽ നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഷോ ചെയ്തത്. എനിക്ക് പൈസ തരാം, എൻ്റെ 35 lakhs ആണ് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 35 lakhs പുറത്ത് തന്നെ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർട്ടിസ്റ്റിൻ്റെ റൂം,
ഫുഡ്, ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പൈസ, ക്യാമറ ടീമിൻ്റെ പൈസ, ഇതെല്ലാം ബൗൺസേഴ്സ്, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാമെന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു രൂപ പോലും തരത്തില്ല എന്നാണ് പറയുന്നവരിപ്പോൾ. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം. ചെറിയൊരു എമൗണ്ട് അല്ലേ ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് കേട്ടോ. തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെൻറ്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രോമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെൻറ്റ് ഞാൻ ഒരു വട്ടം ബാക്കൗട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ഇനി ചെയ്യുന്നില്ല, എഗ്രിമെൻറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ, നീ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കയെ വിളിച്ച് ഷാനിക്കയെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ കരഞ്ഞു, ഷാനിക്ക അങ്ങനെ ഞാൻ ബാക്കൗട്ട് ചെയ്യുക, ഒരു രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അത് പറഞ്ഞ് 2 ദിവസത്തിനകം നിനക്ക് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. എന്നിട്ടും ആയില്ല. അങ്ങനെ വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിത്താറിസ്റ്റ് ആകാശിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഷാനിക്ക ഇനി ആയില്ല, ഞാൻ ബാക്കൗട്ട് ചെയ്യുമോ, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെൻറ്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 തീയതി രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. എറണാകുളത്തുനിന്ന് തേവരയിൽ ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറ എത്തിക്ക് മൈഗ്രെയിനാ, ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടെന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനോ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ, ഞാനത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ, അന്ന് എന്നെ വിളിച്ചില്ല, പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിൻ്റെ ലാഭമായാലും നഷ്ടമായാലും നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാം എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. എന്നിട്ടിപ്പം ഷോ കഴിഞ്ഞു. ഭയങ്കര അഭിപ്രായം, ഭയങ്കര റിവ്യൂ. ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി. ഷാനിക്കയാലും സൈറത്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി. എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല എല്ലാ രീതിയിലും നമ്മൾ നല്ലത് പറയുന്നു. പക്ഷേ ബുക്ക് മൈ ഷോൻ്റെ പേയ്മെൻറ്റ് വന്ന് ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചതിന് ശേഷം അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറി. എന്ത് പൈസ എൻ്റെ ചോദിച്ച ചോദ്യമാണ്, നിജു ഞാൻ എന്ത് പൈസ തരേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാണ്ടെന്ന് പറയാം, നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് 2 മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത്. പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണിഞ്ഞത് രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുത്ത 19 തീയതി തരാമെന്ന് പറഞ്ഞ് ഗ്രൗണ്ട് തന്നത് 22 തീയതി. 4-5 ദിവസം ഡേ ഇൻ നൈറ്റ് 24 hours പണിയെടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് അത്രത്തോളം അവരെന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ആ രീതിയിലാണ് ഇവർ എന്നെ നശിപ്പിച്ച് ഇട്ടേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെൻറ്റ് ഞാൻ അവരുമായിട്ട് ചെയ്തില്ല. അവരെ വാക്കിനെ വിശ്വസിച്ചു. അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവരെ വാക്കിനെ വിശ്വസിച്ചു, കൂടെ നിന്നു. അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഷാനിക്കയാലും ശരി, സൈറത്തായാലും ശരി, ഫുള്ള് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ എന്നോട് പറയുക പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല ബ്രോ എന്താ ചെയ്യണമെന്നുള്ളത്. 1 രൂപ പണിയെടുത്ത 1 രൂപ തന്നിട്ടില്ല. നിമിഷം വരെ 1 രൂപ തന്നിട്ടില്ല പണിയെടുത്ത്. ഇപ്പം നിങ്ങൾ കേട്ട വോയിസ് എന്ന് പറയുന്നത് ഷാൻ റഹ്മാനും അതുപോലെ തന്നെ
നിജു രാജു എന്ന് പറഞ്ഞ രണ്ടുപേരും തമ്മിലുള്ള വോയിസ് ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഷാൻ റഹ്മാൻ ഈ ഒരു നിജു രാജിനെ പറ്റിച്ചു എന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഉയരെ എന്ന് പറഞ്ഞൊരു വലിയൊരു ഷോ എറണാകുളത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര വലിയൊരു ഷോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആയിട്ടായിരുന്നു ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പൈസയെല്ലാം മുൻകൂട്ടി ഇത് ഇനി മുൻകൂട്ടി തരാനില്ല, ഈ ഒരു ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബുക്ക് മൈ ഷോയുടെയൊക്കെ പൈസ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ഷൻ പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നിജു രാജുവിനെ ഈ ഒരു ഷാൻ റഹ്മാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ ചേർന്ന് പറ്റിച്ചു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. എനിക്ക് കിട്ടാനുള്ള പൈസ പോലും തന്നിട്ടില്ല, നേരത്തെ എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഷാൻ റഹ്മാനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചേട്ടനെ പോലെയൊക്കെ കണ്ട് ഞാൻ വിശ്വസിച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ എന്നെ പറ്റിച്ചു. ഇപ്പം കാശ് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ ആ ഒരു കമ്പനി നിങ്ങളുടെ അറോറ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് പ്രൊമോഷൻ ആയില്ലേ, അപ്പം പിന്നെ പൈസയുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനാണ് അദ്ദേഹം നിജു രാജ് പറഞ്ഞത്, എനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്, അല്ലാതെ ഞാൻ എൻ്റെ പ്രൊമോഷനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ള കടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അതിന് വന്ന ഗസ്റ്റുകൾ, താമസിച്ച ഹോട്ടലിൻ്റെ ബില്ല്, അതുപോലെ തന്നെ ഫുഡ്, പിന്നെ ട്രാവൽ അലവൻസ്, ഇങ്ങനത്തെ ഉള്ള കുറേയധികം പൈസ എൻ്റെ കയ്യിൽ നിന്നാണ് പോയത്. ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേനും എല്ലാം പ്രൊമോഷന് വേണ്ടി നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നു. ഇത് ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹത്തിനെതിരെ. ഈ ഒരു ഷാൻ റഹ്മാൻ 1-ാം പ്രതിയും വൈഫ് 2-ാം പ്രതിയുമായിട്ട് വെച്ചിട്ട് പോലീസിന് കേസ് കൊടുത്തത് FIR ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു സൈഡ് മാത്രമേ അറിയൂ, ഇനി വല്ല റിപ്ലൈ ആയിട്ട് ഇനി ഷാൻ റഹ്മാൻ ഇതിന് വല്ല വീഡിയോ ചെയ്യുന്നോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അറിഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളെ വിശ്വസിച്ച് വരുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ വിശ്വാസത്തിലാണ് പുള്ളിക്കാരി എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ, അപ്പോഴത്തേനും ആ പുള്ളിക്കാരന് ചിലവാക്കിയ പൈസ ആ ഒരു വ്യക്തിക്കാണെങ്കിൽ കൊടുക്കണം. പറ്റിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നമുക്കിത് ഫുള്ളായിട്ട് പറയണമെങ്കിൽ അതർ സൈഡും കൂടെ എന്താണ് അദ്ദേഹത്തിനും കൂടെ പറയാനുള്ളത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ അദ്ദേഹം വീഡിയോ ഇടുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് ഫുള്ളായിട്ട് കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം വീഡിയോ ഇടുമെന്ന് തോന്നുന്നു. സോ നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.